ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ജെജെക്കിലെ വൺ ഓഫ് ദ മാങ്ക ആർക്കായിട്ടുള്ള പ്രീ പ്രിപ്പറേഷൻ ആർക്കായിരിക്കും. സോ ഇതിൻ്റെ മുമ്പത്തെ ആർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മേലെ ഒരു ഐക്കാർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ട് ആ ഒരു വീഡിയോ കാണാം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് കാണിച്ചത് മെഗുമി അതുപോലെ തന്നെ യുജിയും കൂടി ചേർന്നിട്ട് ഈ ഒരു കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കാൻ പോവുകയാണ്. സോ അവർ ഒറ്റയ്ക്കല്ല, മറിച്ച് കുറച്ച് പേരിനും കൂടി കൂട്ടാനുള്ള ഐഡിയയിലാണ് ഇപ്പോൾ അവരുള്ളത്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മുടെ യുജി നമ്മുടെ യൂട്ടിൻ്റെ അത് ഒരു കാര്യം പറയേണ്ടത്. അതായത് ഇപ്പോൾ സുക്കുണ്ടയിൽ എല്ലാ ഫിംഗേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നും നോക്കാതെ എന്നെ കൊന്നുകളയാൻ പറഞ്ഞിട്ട് നമ്മുടെ യൂട്ടിനോട് നമ്മുടെ യുജി കാര്യം പറയാനുണ്ട്. സോ ആ ഈ ഒരു കാര്യം നമ്മുടെ യൂട്ട അംഗീകരിക്കുകയാണ്. അതായത് നമുക്ക് കാണിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ യുജി മെഗുമി അതുപോലെ തന്നെ യൂട്ട എല്ലാവരും കൂടി നമ്മൾ ജുജുസു ഹൈയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കാരണം നമ്മുടെ ജുജുസു ഹൈയിലാണ് നമ്മുടെ ഈ ഒരു മാസ്റ്റർ ടെങ്കൻ ഉള്ളത് തന്നെ. കാരണം നമ്മുടെ മാസ്റ്റർ ടെങ്കൻ മാത്രമാണ് ഈ ഒരു കള്ളിങ് ഗെയിം എന്താണെന്നും അതുപോലെ തന്നെ ഈ ഗോജോൻ്റെ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ അറിയുള്ളൂ. സോ ഇവരെല്ലാവരും കൂടി പോകാൻ നിൽക്കുകയാണ്. ഒപ്പം നമ്മുടെ ചോസം കൂടിയുണ്ട്. സോ ഒരു 4 പേരും നമ്മുടെ ജൂസു ഹൈയിൽ എത്തിക്കുകയാണ്. സോ അവിടെ നമുക്ക് മാക്കിനെ യുകിനെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ നമ്മുടെ മാക്കി നമ്മുടെ ഷിബുയ ആർക്കിൽ നമ്മുടെ ജോഗോൻ്റെ ഒരു ഫയർ ടെക്നിക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. സോ ഇതിൻ്റെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യുക്കി ഈ ഒരു റിവേഴ്സ് കേസ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ മാക്കിനെ ഹീൽ ചെയ്തു. ബട്ട് നമ്മുടെ മാക്കിൻ്റെ ബോഡിയിലുള്ള ഈ ഒരു ബേൺ മാച്ച് നമ്മുടെ യുക്കിക്ക് റിവേഴ്സ് ഉപയോഗിച്ച് കളയാൻ സാധിച്ചില്ല. നമ്മുടെ മാക്കി രക്ഷപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നതാണ് ഈ ഒരു ഹെവൻലി റെസ്ട്രിക്ഷൻ, ജസ്റ്റ് ലൈക്ക് ടോജിനെ പോലെ. അതുകൊണ്ടാണ് നമ്മുടെ മാക്കി എന്നെ രക്ഷപ്പെടാനുള്ള കാരണം. സോ എല്ലാവരും കൂടി നമ്മൾ ഈ ഒരു തെങ്ങിൻ്റെ പേരിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. ബട്ട് ഇതിൽ മെയിൻ പ്രശ്നം പറഞ്ഞാൽ ഇവർക്ക് ഏത് ഡോറാണ് ഇതിന് ലീഡ് ചെയ്യുന്നത് അറിയില്ല. സോ നമ്മുടെ ചോസം ഒന്ന് കാര്യം പറയാണ്. അതായത് ഈ ഒരു ബേരിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ ബ്രദേഴ്സിൻ്റെ ബോംബുള്ളത്. സോ അവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയും കാണാൻ സാധിക്കും പറഞ്ഞിട്ട് ആ ഒരു ഡോർ തന്നെ നമ്മൾ ചോസോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചോസോ നേരെ ഈ ഒരു ബോംബും കളക്ട് ചെയ്തിട്ട് ഇവൻ്റെ ഓടൊപ്പം ടെങ്ങനെ കാണാൻ പോവുകയാണ്. സോ നമ്മുടെ ടെങ്ങൻ്റെ കോറിലോയിൽ എത്തിയ ശേഷം ഇവർക്ക് ആരും തന്നെ കാണാൻ സാധിക്കില്ല. ശരി, ഇവർ പോവാ പറഞ്ഞ് തിരിയുന്ന സമയത്തേക്കും നേരെ ഇവൻ്റെ ബാക്കിലായിരുന്നു നമ്മുടെ ടെങ്ങനെ കാണിക്കുന്നത്. സോ നമ്മളെല്ലാവരും നമ്മുടെ ടെങ്ങനെ കണ്ടിട്ട് ഒരുമാതിരിയായി നിൽക്കുകയാണ്. സോ ഈ കാണുന്നത് തന്നെയാണ് ശരിക്കത്തെ ടെങ്ങൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ്. ബട്ട് നമ്മുടെ മെഗുമയാണ് ഇതൊന്നും ടൈം വേസ്റ്റ് അത് നേരെ തന്നെ നമ്മുടെ ടെങ്ങനോട് ചോദിക്കുകയാണ് ഗോജോ സെൻസറെ എങ്ങനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഈ കെഞ്ചാക്കു ഈ ഒരു കള്ളിങ് ഗെയിം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ട് നേരെ നമ്മൾ ടെങ്ങനോട് ചോദിക്കുകയാണ്. പിന്നെ നമ്മുടെ ടെങ്ങൻ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ തന്നെ എല്ലാ ഉത്തരം പറയാം, മറിച്ച് എനിക്കൊരു കണ്ടീഷനുണ്ട്. അതായത് യൂട്ട യുജി അതുപോലെ തന്നെ ചോസോ, നിങ്ങൾ 3 പേരിൽ ഏതെങ്കിലും 2 പേര് എനിക്ക് ഗാർഡായി നിൽക്കണം, എന്നാലും മാത്രമേ എനിക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരം നൽകാൻ സാധിക്കുള്ളൂ പറഞ്ഞിട്ട് നമ്മൾ ടെങ്ങൻ പറയണം. ഓക്കെ, ഇതിന് ശേഷം നടക്കുന്ന കാര്യത്തെ പറ്റി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒന്ന് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇതിനെപ്പറ്റി ഒരു ക്ലിയർ ഐഡിയ ആയിട്ടുള്ളൂ. അതായത് കെഞ്ചാക്കുവിൻ്റെ കള്ളിങ് ഗെയിം എന്താണ്, അതിൻ്റെ ട്രൂ ഒബ്ജക്റ്റീവ് എന്താണ്, അതുപോലെ തന്നെ എൻ്റെ റൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണ് എല്ലാം ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം, മാക്സിമം കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ലെങ്ത്ത് കൂടിപ്പോകും. ഓക്കെ, നേരെ സ്റ്റോറിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ടെങ്ങൻ ഈ ഒരു ഗോജോൻ്റെ പേഴ്സണൽ ഹെൽത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ യുജിക്ക് അവർക്കായിട്ട് എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം ഈ ഒരു ഫ്രണ്ട് സൈഡ് മാത്രമേ നമ്മുടെ കെഞ്ചാക്കോൻ്റെ കയ്യിലുള്ളൂ, ബാക്ക് സൈഡ് എൻ്റെ കയ്യിലാണ്. പേടിക്കേണ്ട, ഗോജോ ഉള്ളത് ഈ ഒരു ബാക്ക് സൈഡിലാണ്. സോ നിങ്ങൾക്ക് ഈ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോജോനെ ഫ്രീ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയണം. ബട്ട് അതിന് മെയിൻ ട്വിസ്റ്റ് പറഞ്ഞാൽ ഇതല്ല. അതായത് നമ്മുടെ ഗോജോനെ ഈ ജുജുസു കയ്യിലുള്ള എല്ലാ കേസഡ് ടൂളും തന്നെ ഇല്ലാതാക്കി കളയുക ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിനൊരു വഴിയില്ല പറഞ്ഞ സമയത്തായിരിക്കും നമ്മൾ ടെങ്ങ പറയുന്നത് വേറൊരു വഴിയുണ്ട്. അതെന്താ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കുന്ന ഒരു സോസറിൻ്റെ കേസ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മറ്റു സോസേഴ്സിൻ്റെ കേസ് ടെക്നിക്ക് എല്ലാം ഇല്ലാതാക്കി കളയാൻ സാധിക്കും. ഏഞ്ചൽ എന്ന പേരിലുള്ള ഈ സോസറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗോജോൻ്റെ പ്രശ്നത്തിൻ്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമ്മൾ ടെങ്ങൻ പറയുകയാണ്. സോ നമ്മുടെ ഏഞ്ചൽ എവിടെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 10 കോണിൽ പെടുന്ന ഈ ഒരു കള്ളിങ് ഗെയിമിൽ ഒരു കോണിലാണ് നമ്മുടെ ഏഞ്ചൽ ഉള്ളത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യുകി അതുപോലെ തന്നെ ചോസവും അവൻ്റെ തീരുമാനപ്രകാരം നമ്മുടെ ടെങ്ങൻ്റെ ഗാർഡ് സൈഡ് അവിടെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂട്ട നേരെ നമ്മുടെ കള്ളിങ് ഗെയിമിൽ പങ്കെടുക്കാനും പോവുകയാണ്. പിന്നെ നമ്മുടെ യുജി മെഗുമിയും യൂട്ടൻ്റെ അഭിപ്രായപ്രകാരം ഈ ജുജുസു ഹൈയിൽ തന്നെ 3rd ഇയർ സസ്പെൻഡ് ആയിട്ടുള്ള ഹിഞ്ചി ഹക്കാരിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. സോ ഈ ഒരു പേര് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഹിഞ്ചി ഹക്കാരി. സോ അവന് തപ്പി ഇറങ്ങി പോവാണ് നമ്മുടെ യുജി അതുപോലെ തന്നെ മെഗുമി. പിന്നെ നമ്മുടെ മാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെനിൻ ക്ലാനിൽ ഇപ്പോഴത്തെ ഹെഡ് നമ്മുടെ മെഗുമിയാണല്ലോ. സോ നമ്മുടെ മെഗുമിൻ്റെ പെർമിഷൻ പ്രകാരം ഈ ഒരു സെനിൻ ക്ലാനിൽ പോയിട്ട് അവിടുത്തെ ഒരു കേസ് ടൂൾ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ മാക്കി. സോ നമുക്ക് പിന്നീട് സ്റ്റാൻഡപ്പ് കോമഡിയായുള്ള തക്കാബ എന്നൊരു ക്യാരക്ടറിനെ കാണിക്കുകയാണ്. സോ ഇവൻ്റെ ജോക്സ് ഒന്നും പോരാ പറഞ്ഞിട്ട് ഇപ്പോൾ ആരും തന്നെ ഈ ഒരു ഷോ കാണില്ല പറഞ്ഞിട്ട് ഇവൻ്റെ ബോസ് ഇവനെ ഹരാസിച്ചിട്ട് പോവാണ്. പിന്നീട് മറ്റൊരാൾ നമ്മുടെ തക്കാബിൻ്റെ അടുത്ത് പറയുന്നത്, തക്കാബ എനിക്ക് നിൻ്റെ ജോക്സ് കാര്യങ്ങൾ ഇഷ്ടമാണ്, ബട്ട് ഈ ഒരു വേൾഡിൽ 2 ടൈപ്പ് ഓഫ് കൊമേഡിയൻ ഉണ്ട്, അത് നീ ആലോചിക്കണം. 1 അവരെ ഫണ്ണിയാണ്, 2 പിന്നെ അവർ വിചാരിക്കും അവർ ഫണ്ണിയാണെന്ന്. സോ ഇതിൽ ഏതാണ് നീ പറഞ്ഞിട്ട് നമ്മൾ ടക്കാബിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. സോ ഞാൻ ഇതിൽ ഏതാണ് പെടുക പറഞ്ഞിട്ട് നമ്മൾ ടക്കാബ് ആലോചിച്ചിരിക്കുകയാണ്. സോ ഈ ഒരു ക്യാരക്ടർ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ, നമുക്ക് പിന്നീട് ഉപകരിക്കും. പിന്നെ നമുക്ക് കാണിക്കുന്നത് പ്രിൻസിപ്പൽ യാഗിനെ ഒരു പ്രസൻറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ്. സോ ആ പ്രിൻസിപ്പലിലേക്ക് ഇടാനുള്ള റീസൺ, ആ ഒരു പ്രസൻറ്റിലേക്ക് ആക്കാനുള്ള റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാണ്ഡൻ്റെ എക്സിസ്റ്റൻസാണ്. കാരണം പാണ്ഡ ഒരിക്കലും ഒരു കേസിൽ ഒബ്ജക്റ്റോ അതുപോലെ ഒരു ഹ്യൂമൺ ആവുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാണ്ഡനെ ഉണ്ടാക്കിയിട്ടുള്ളത് പറഞ്ഞാൽ ഒരു കേസിലാണ് നമ്മുടെ യാഗിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹൈറപ്സ് എല്ലാം നമ്മുടെ യാഗനെ ബൈക്കാണ്. കാരണം പാണ്ഡൻ എന്നെ ഉണ്ടാക്കാൻ കെൽപ്പുള്ള ഒരാളാണ് നമ്മുടെ യാഗ എന്ന് പറയുന്നത്. സോ ഒരു ആർമി തന്നെ ഉണ്ടാക്കാൻ ആൾക്ക് അത്ര സമയമൊന്നും വേണ്ട. അപ്പോൾ ഒരു സ്പെഷ്യൽ ഗ്രേഡ് സോസറാക്കിയിട്ട് നമ്മുടെ യാഗനെ കണക്കാക്കിയിട്ട്
ആളിന് വലിയൊരു റെസ്ട്രെയിൻ ഫോം ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ ഹൈറപ്സിൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്. സോ ഒരു ഫ്ലാഷ് ബാക്കിൽ നമുക്ക് പാണ്ഡനെ പോലെ വേറൊരു കേഴ്സഡ് സ്പിരിറ്റിനെ കാണാൻ സാധിക്കും. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേഴ്സ് അല്ലാതെ ഒരുപാട് കേഴ്സസിനെ നമ്മുടെ യാഗ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മുടെ പാണ്ഡനെ നമ്മുടെ കുസകാബയ്ക്ക് ഫ്രീ ചെയ്യുകയാണ്. സോ എന്തുകൊണ്ടാണ് നമ്മുടെ പാണ്ഡനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ബെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് യാഗനെ വരുത്താൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ യാഗ നമ്മുടെ കുസകാബിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ പാണ്ഡനെ ഇപ്പോൾ ഫ്രീ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. സോ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ കുസകാബിയുണ്ട്. പിന്നീടാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. കാരണം കുസകാബിൻ്റെ പെങ്ങളുടെ മകനെയാണ് നമ്മുടെ ഈ യാഗ ഈ ഒരു കേഴ്സ്ഡ് ക്രോപ്സിലാക്കി മാറ്റിയിട്ടുള്ളത്. സോ ഈ ഒരു റീസൺ കാരണമാണ് ഇപ്പോഴും നമ്മുടെ യാഗേനോടായിട്ട് നമ്മുടെ കുസകാബയെ ഒരു നന്ദി കാണിക്കുന്നത്. പിന്നെ നമുക്ക് കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ യാഗേനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു അസാസിയൻ വരുന്നുണ്ട്. സോ ഒരാൾ മാത്രമല്ല, നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓൾഡ് മാൻ പ്രിൻസിപ്പളിനെയും കാണിക്കുന്നുണ്ട്. സോ ആ ഒരു ഫൈറ്റ് നമുക്ക് കാണിക്കുന്നില്ല. ഈ ഒരു ഫൈറ്റിന് ശേഷം നമ്മുടെ യാഗ മരിക്കാറായി. ബട്ട് മരിക്കുന്ന മുമ്പ് നമ്മുടെ യാഗ പ്രിൻസിപ്പളിനോട് പറയുന്നുണ്ട്, പാണ്ഡ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കേഴ്സ്ഡ് ബോഡി മാത്രം, അതിലേക്ക് ഞാനൊരു സോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുള്ളൂ, അതിൻ്റെ ഐഡിയാസ് മാത്രം. സോ ഈ ഒരു കാര്യം പറഞ്ഞ ശേഷം നമ്മുടെ ഓൾഡ് മാൻ പ്രിൻസിപ്പൾ അപ്പോൾ തന്നെ നമ്മുടെ യാഗനെ കൊല്ലാണ്. ഇതേ എക്സാക്ട് ടൈമിലേക്ക് നമ്മുടെ പാണ്ഡ അവിടെ ഓടിയെത്തുന്നത്. പിന്നീട് നമ്മുടെ പാണ്ഡ നമ്മുടെ പ്രിൻസിപ്പളിനായിട്ട് പറയാണ്, ഞാൻ ഒരിക്കലും ഒരു ഹ്യൂമൻ ആയേക്കില്ല, ഞാനൊരു പാണ്ഡയാണ്, ബട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കണം, പാണ്ഡയ്ക്കും ഇമോഷൻസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പാണ്ഡ അങ്ങനെ കരയാണ്. പിന്നീട് കാണിക്കണം നമ്മുടെ മാക്കി നേരം നമ്മുടെ സെനിങ് പ്ലാനിലെത്തിയിട്ടുണ്ട്. നമ്മുടെ നവോസ് എന്നുണ്ട്, അവൻ അറിയണ പണിയും ചെയ്യുന്നുണ്ട്, കളിയാക്കൽ. സോ നമ്മൾ മാക്കിനെ അത് ഇത് പറഞ്ഞ് കളിയാക്കണം. എന്നാൽ നമ്മുടെ മാക്കി ഈ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാണ് നേരെ നമ്മുടെ വെയർ ഹൗസിലേക്ക് പോവുകയാണ് സെനിങ് ക്ലാനിൻ്റെ. ഇപ്പോൾ നമ്മുടെ മാക്കിൻ്റെ കയ്യിൽ കീ ഉണ്ട്. കാരണം നമ്മുടെ മെഗുമിയാണ് ഇപ്പോൾ നവബീറ്റോ സെനിൻ്റെ ബിൽ പ്രകാരം ഇപ്പോൾ സെനിങ് ക്ലാനിൻ്റെ ഹെഡ്. സോ മെഗുമി ഇപ്പോഴത്തെ ഹെഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാക്കി വെയർ ഹൗസിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും, അവിടുത്തെ വെപ്പണും എടുക്കാനും സാധിക്കും. അതുകൂടെ നമ്മുടെ മാക്കിൻ്റെ അമ്മയും പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ ഗേൾസ് ഈ ഒരു സെനിങ് ക്ലാനിൻ്റെ വെയർ ഹൗസിലേക്ക് വരാൻ പാടില്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ മാക്കി നേരെ ഈ ഒരു വെയർ ഹൗസിലേക്ക് എത്തുന്നുണ്ട്. മാക്കി ഈ ഒരു വെയർ ഹൗസിൽ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വെപ്പൺസും കാര്യമൊന്നുമല്ല, മറിച്ചുള്ള അച്ഛൻ അവിടെ നിന്ന് ഐസായി ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ മായനെ കൊന്നില്ല ഒരു ഫോമിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓഗിൻ്റെ അതുപോലെ തന്നെ നവോസിൻ്റെ കോൺവെർസേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോജു ഇപ്പോൾ സീലായതുകൊണ്ട് തന്നെ ഈ ഒരു ഹയർ അപ്സ് നമ്മുടെ ഗോജുവിനെ ഈ ഒരു സീലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരിനൊക്കെ ഈ ഒരു ക്രിമിനൽ ആക്ടായിട്ട് കണക്കാക്കുകയാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ നമ്മുടെ നവോസിനെ ഓഗി എല്ലാവരും കൂടി നമ്മുടെ മാക്കിനെയും മായനെയും അതുപോലെ തന്നെ മെഗുവിനെയും കൊല്ലാൻ നോക്കുകയാണ്. സോ ഈ ഒരു പ്ലാന് നമ്മുടെ ഈ ഒരു മാക്കിൻ്റെ അച്ഛൻ അറിയില്ലേ പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്കിൻ്റെ അച്ഛൻ തന്നെ ഈ ഒരു പ്ലാൻ ഇട്ടിട്ടുള്ളത്. മറു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മാക്കി അതുപോലെ തന്നെ മാക്കിൻ്റെ അച്ഛനും കൂടി ഒരു ക്ലാഷ് സംഭവിക്കുകയാണ്. ഈ ഒരു ക്ലാഷ് മാക്കി നേരെ അച്ഛൻ്റെ സോഡിൻ്റെ ടിപ്പൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ബട്ട് ആൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു അറ്റാക്ക് നമ്മൾ നേരെ മാക്കി കൊടുക്കുകയാണ്. നമ്മുടെ മാക്കി ആ സ്പോട്ടിൽ തന്നെ വീഴാണ്. പിന്നെ നമ്മുടെ ഓഗി സെനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്കിനെയും മായിനെയും വലിച്ചഴിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സെനിങ് ക്ലാനിനെ ട്രെയിൻ ചെയ്യുന്ന റൂമിൽ കൊണ്ടുവിടാണ്. സോ ആ റൂം ഫുള്ള് നമ്മുടെ കേഴ്സ് സ്പിരിറ്റ് ആയാലും ഗ്രേഡ് 2 തൊട്ട് അതിൻ്റെ താഴെയുള്ള സ്പിരിറ്റാണ് ആ റൂം ഫുള്ള് ഉള്ളത്. സോ അവർ രണ്ടാളും കൊല്ലാൻ ഇട്ടിട്ട് നേരെ നമ്മുടെ ഓഗി സെനിങ് പോവുകയാണ്. ഇത് നമുക്ക് കാണിക്കുന്ന ഒരു ആഫ്റ്റർ ലൈഫ് പോലെയാണ്. അതിൽ നമ്മുടെ മായ നേരെ നമ്മുടെ മാക്കിനോട് പറയാണ്, നീ എത്ര ട്രെയിൻ ചെയ്തിട്ടും വലിയ കാര്യമില്ല. അതായത് നമ്മുടെ മായി പറയാണ്, ഒരാൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ മറ്റൊരാൾ അത് നഷ്ടപ്പെടുത്തിയാൽ മാത്രമാണ് അയാൾക്ക് അത് നേടാൻ സാധിക്കുള്ളൂ എന്ന് പറയാണ്. ഞാൻ എത്ര കാലം നിന്നോടൊപ്പം ഉണ്ടോ അത്രയും കാലം എനിക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല പറഞ്ഞിട്ട് നമ്മുടെ മായി ഈ ഒരു പ്രോമിസ് എന്നെ നൽകാൻ പറഞ്ഞിട്ട് പറയാണ്. അതായത് നിൻ്റെ കേഴ്സ് എനർജി കാര്യങ്ങൾ ഞാൻ എടുക്കാം, മറിച്ച് നീ എനിക്കൊരു പ്രോമിസ് തരണം. അതായത് നീ ഇവിടെയുള്ള എല്ലാവരും തന്നെ കൊന്നുകളയണം, എല്ലാവരുടെയും കാര്യം പറഞ്ഞിട്ട് നമ്മുടെ മായ അവിടെ മരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മാക്കിയും അവിടെ കണ്ണു തുറക്കുകയാണ്. സോ പിന്നെ നമ്മൾ ഓഗിസെന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കേഴ്സ് സ്പിരിറ്റിനെ ഒന്നും തന്നെ കാണില്ല. സോ ആളിങ്ങനെ ടെൻഷനായിട്ട് നോക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ മാക്കി നേരെ നമ്മുടെ മായിൻ്റെ ബോഡി ആയിട്ട് എത്തുന്നത്. നമ്മൾ മാക്കിനെ കണ്ടിട്ട് നമ്മൾ ഓഗിസെയിൻ നിന്നെ നേരത്തെ ഞാൻ കൊന്നു കളയണ്ടായിരുന്നു പറഞ്ഞിട്ട് ആളുടെ സോഡ് എടുത്തിട്ട് അവളെ കൊല്ലാൻ പോകുന്ന ടൈമായിരിക്കും നമ്മുടെ മാക്കിൻ്റെ ഓവർ ആയിട്ട് ആൾ ടെൻഷനാണത്. പ്യുവർ നമ്മുടെ ടോജിൻ്റെ ഇൻകാർണേഷനാണ് നമ്മുടെ മാക്കി എന്ന് പറയാം. അപ്പോൾ ആ ഒരു ലെവലെത്തി നമ്മുടെ മാക്കി. സോ നമ്മുടെ ഓഗിസെയിൻ ടെൻഷനായിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ വിടില്ല പറഞ്ഞിട്ട് ആൾ സ്പെഷ്യൽ അറ്റാക്ക് എടുക്കുകയായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ മാക്കി നമ്മുടെ ഓഗിസെയിൻ്റെ തലേനെ പകുതിയായി എടുത്താണ് നമ്മുടെ മാക്കി. സോ ഇപ്പോൾ നമ്മൾ മാക്കിയുള്ളത് നമ്മുടെ ടോജിൻ്റെ ഒരു ലെവലെത്തിക്കുകയെന്ന് പറയാം. ഇനി കാണാൻ പോകുന്ന ചാപ്റ്ററെല്ലാം നമ്മൾ മാക്കിൻ്റെ എക്സ്ട്രീം ലെവലാണ് കാണാവുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക. സോ അത് വരുമ്പോഴേക്കും നന്ദി, നമസ്കാരം.